ജയചേട്ടാ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കുക എന്നതാണ് BJP പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് എത്രമാത്രം സാധ്യമാണ്? ഭരണത്തിൽ കുറഞ്ഞുള്ള ഒരു ലക്ഷ്യമില്ല. ഭരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭരിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ള LDF ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടമാണ് BJP നടത്തിയിട്ടുള്ളത്. മുഖ്യ പ്രതിപക്ഷമായി BJP തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. 40 വർഷമായി പ്രവർത്തിക്കുന്ന LDF ഭരണസമിതിക്കെതിരെ വലിയൊരു ജനവികാരം ഉണ്ട്, പ്രതിഷേധമുണ്ട്. അത് മാറ്റമുണ്ടാകും. BJP അധികാരത്തിൽ വരും, BJPയുടെ മേയർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അത് സംശയമുണ്ട്. ശബരിനാഥൻ നമ്മൾ ആരും വലിയ സീരിയസ് ആയിട്ട് കാണുന്നില്ല. എന്താ ശബരിനാഥൻ നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നേ ഇല്ല. നമ്മളങ്ങനെ കോൺഗ്രസ് ഇവിടെ എവിടെയുണ്ട്? കോൺഗ്രസ് തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസ് ഇല്ല. അവർക്ക് 8 കൗൺസിലർമാരുണ്ടായിരുന്നു, UDFന് 10 ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം എവിടെയെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? LDFിൻ്റെ ഭരണസമിതിക്കെതിരെ ഒരു സമരം ചെയ്തിട്ടുണ്ടോ? അവർ അഡ്ജസ്റ്റ് ചെയ്യല്ലേ. LDF ഭരണസമിതി നടത്തിയിട്ടുള്ള എല്ലാ അഴിമതിക്കും കുടപിടിക്കുന്ന സമീപനമാണ് UDF എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോൺഗ്രസിനെ UDFിനെ ഒന്നും തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങൾ നിസ്സാരമായി കാണുന്നു. ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. അത് മീഡിയ ഒരു മാധ്യമ സൃഷ്ടിയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന്. ശബരിനാഥൻ ഒരു ഘടകമേ അല്ല. ഇവിടെ LDFും BJPയും തന്നെയാണ് മത്സരം. അതിന് യാതൊരു സംശയവും വേണ്ട. CPM BJP പോരാണ് തിരുവനന്തപുരം നഗരത്തിൽ നടക്കാൻ പോകുന്നത്.